ദൃശ്യങ്ങൾ ചിലത് ഓർമ്മിപ്പിക്കുന്നില്ലേ? മുൻപ് ജയലളിതയും കരുണാനിധിയും തമ്മിലുണ്ടായിരുന്ന തർക്കമൊടുവിൽ കരുണാനിധിയുടെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം, ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് നമ്മൾ കണ്ടതാണ്. ആ രൂപത്തിലൊരു സംഘർഷ സാഹചര്യം, സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ. തീർച്ചയായും സ്മൃതി, അന്നൊരു പക്ഷേ കരുണാനിധിയെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നതിന് കൂടി കാരണമായിരുന്നു അന്നത്തെ അറസ്റ്റും ആ നാടകീയതയും ഒക്കെ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പല നാടകീയ സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്കും രാഷ്ട്രീയ തളർച്ചയ്ക്കും കാരണമാകാറുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഊഴമാണ്. ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് വിജയ് എന്ന രീതിയിൽ തമിഴക രാഷ്ട്രീയം രാജ്യം മുഴുവൻ നോക്കുന്നൊരു സമയം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്ത് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ തഞ്ചാവൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇത് ഇനി ഏത് രീതിയിലാണ് തമിഴകത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവിനെയാണ് ഇவ்விധം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം കാവേരി വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കർണാടകയുമായി ബന്ധപ്പെട്ട ഒക്കെ അതിൽ കൃത്യമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വിജയ് നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ആ സമയത്ത് സദസ്സിൽ നിന്ന് തൃഷ എന്നുള്ള വിളി ഉയരുകയും ആ സമയത്ത് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പ്രയോഗമാണ് ഇவ்விധം വിവാദമായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടി കേൾക്കാൻ ശ്രമിക്കും. പറയുന്നത് വ്യക്തമല്ല. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ അറസ്റ്റിലേക്ക് തഞ്ചാവൂർ പോലീസ് നീങ്ങിയിരിക്കുന്നത്. തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അവിടെ ഉന്തും തള്ളുമുണ്ട് പോലീസും DMK പ്രവർത്തകരും തമ്മിൽ. ഇതിൽ തമിഴ് രാഷ്ട്രീയം, തമിഴ് സംസ്കാരം, അവിടെ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് കിട്ടുന്ന സ്വീകാര്യത ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ സായികുമാർ. ഇതിൽ DMK, കനിമൊഴിയെ പോലെയുള്ള നേതാക്കളുള്ള DMK ആണ് സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന. കനിമൊഴിയെ പോലുള്ളവർ ഈ ദ്വയാർത്ഥ പ്രയോഗത്തെ എങ്ങനെ ന്യായീകരിക്കുമെന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും സ്മൃതി, അതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഈ വിഷയത്തിൽ കനിമൊഴിയെ പോലെ എന്നും സ്ത്രീപക്ഷ നിലപാടുകൾ ഉറക്കെ പറയുകയും എഴുതുകയും ചെയ്യുന്ന കനിമൊഴിയെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിനെ പിന്തുണ നൽകുമോ? ഇത് രാഷ്ട്രീയ പ്രതികാരം എന്നുള്ള രീതിയിൽ DMK ഒന്നാകെ ഉദയനിധി സ്റ്റാലിന് പിന്നിൽ അണിനിരക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും ഇപ്പോൾ DMK പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം, ഈ പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, അവരുടെ പ്രതിപക്ഷ നേതാവാണ്, അവരുടെ ഏറ്റവും ഉയർന്നു വരുന്ന സ്റ്റാലിന് ശേഷം അവർ കണ്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്നുള്ളത് DMK പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ രോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം, ആ ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന സിനിമാ മേഖലയിൽ നിന്ന് പോലെയുള്ള ആളുകൾ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. BJP വിഷയം വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു. TVK തന്നെയാണ്, അവരുടെ വനിതാ വിഭാഗമാണ് ഇതിൽ ഇപ്പോൾ പരാതിയുമായി വന്നത്. അപ്പോൾ TVKയുടെ തന്നെ MLA ആയ രേവിൻ ചരൺ DMK നേതൃത്വത്തിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ മോശം അവസ്ഥയാണ് വെളിവാക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയത്. അദ്ദേഹം വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ വ്യാപകമായി നിരവധി ആളുകൾ ഇതിനെതിരെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നു. കൂടുതൽ താരസംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന ആവശ്യവും തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമാണ്. എന്തായാലും തമിഴ്നാട്ടിലെ TVK മന്ത്രിയായ അടവജുല ഉദയനിധിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. പൊതുവേദികളിൽ ഇത്തരം അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നത് DMKയുടെ മുൻകാല നേതാക്കളുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. DMKക്ക് ആകെ സംഭവിച്ചൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ പരിണിത ഫലമാണിപ്പോൾ ഉദയനിധിയുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ വരുന്നു. അവർ നിയമപരമായി തന്നെ തഞ്ചാവൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതി കിട്ടിയ ഉടൻ തന്നെ വലിയൊരു പോലീസ് സന്നാഹം ഇന്ന് ഉദയനിധി സ്റ്റാലിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും അപ്പോൾ ഒരു അറസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷയൊരുക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഉദയനിധി സ്റ്റാലിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി 12 മണിവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടിരുന്നോ? വാഹനത്തിന്റെ മുകളിലേക്ക് വരെ പ്രവർത്തകർ കയറിക്കൊണ്ടാണ് ആ വാഹനം തടയാനുള്ള ശ്രമം നടത്തുന്നത്.
പോലീസ് വാഹനത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പ്രവർത്തകർ വാഹനത്തിന് മുകളിലും കയറിയിരിക്കുന്നു. വാഹനം നീങ്ങുന്നുണ്ട്. പക്ഷേ സ്മൃതി, ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്രാസ് ഹൈക്കോടതി കടുത്ത നടപടി പാടില്ല ഉദയനിധിക്കെതിരെ എന്ന ഒരു നിലപാട് പറയുകയും ചെയ്തു. പക്ഷെ അത് മറികടന്നാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അല്പം മുൻപാണ് മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. അപ്പോൾ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരുന്നു, കർശനമായിട്ടുള്ള നടപടി അത് ഉദയനിധിക്കെതിരെ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ തഞ്ചാവൂർ പോലീസ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വാഹനം തടഞ്ഞുകൊണ്ട് DMK പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ രോഷം ഇപ്പോൾ അവിടെ കാണുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. സ്വാഭാവികമാണ്, അവരുടെ പ്രതിപക്ഷ നേതാവാണ്, അവരുടെ ഉയർന്നു വരുന്ന നാളത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി അവർ കാണുന്ന തമിഴ്നാട് പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ DVK പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ അനുരണങ്ങൾക്ക് ഇത് വേദിയാകും. ഇതിൽ കോൺഗ്രസിന്റെ അടക്കം പ്രതികരണം ശ്രദ്ധേയമാണ് സ്മൃതി. അതായത് ഞെട്ടിക്കുന്ന പരാമർശം എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇന്ന് പ്രതികരിച്ചത്. അതായത് ആ ദ്വയാർത്ഥ പ്രയോഗത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ കഴിയില്ല. അതിൽ ഉദയനിധി സ്റ്റാലിന് വീഴ്ച പറ്റി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കനിമൊഴി അടക്കമുള്ള DMKയുടെ നേതാക്കളുടെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഇന്നലെ മുതൽ ഈ പരാമർശം ഉണ്ടായത് മുതൽ വലിയ രോഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉദയനിധി സ്റ്റാലിനെതിരെ ഉയരുന്നുണ്ട്. ഇതിൽ ഉദയനിധി പറയുന്ന വിശദീകരണം, താൻ അങ്ങനെ തൃഷയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനിതയെയോ ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്. താൻ വിമർശിച്ചത് ഈ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് തുടരുന്ന നിസ്സംഗതയാണ്. അതായത് കർണാടകയിലെ സംഘടനകളും സർക്കാരും കാവേരി വിഷയത്തിൽ വലിയ നിലപാട് സ്വീകരിക്കുമ്പോൾ, കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ തമിഴ്നാട് സർക്കാർ ഇതിൽ മൗനമാണ്. ആ വിഷയത്തിൽ ഒരു വാക്കുമിണ്ടാൻ വിജയ് തയ്യാറാകുന്നില്ല. അത് തമിഴ്നാട്ടിലുള്ള ആളുകളുടെ വികാരമാണ്, തമിഴ്നാട്ടിലുള്ള ആളുകളുടെ രോഷമാണ്. അത് പ്രകടിപ്പിക്കുകയാണ് താൻ ചെയ്തത് എന്ന വിശദീകരണമാണ് ഈ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിൻ നൽകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പക്ഷേ അത് ആ രീതിയിലല്ല അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. സദസ്സിൽ നിന്ന് തൃഷ എന്ന വിളി DMK പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായത്. അത് തൃഷയെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന രീതിയിൽ വലിയ രീതിയിൽ വ്യാഖ്യാനമുണ്ടായി. അപ്പോൾ മുതൽ അതിൽ വലിയ പ്രതിഷേധവും ഉണ്ടായി. ആ പ്രതിഷേധത്തിനൊടുവിലാണ് അത് പരാതിയായി പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. വലിയ നടപടി, ഒരുപക്ഷെ DVK സർക്കാരിൻ്റെ വലിയൊരു നടപടി എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. പ്രതിപക്ഷ നേതാവിനെയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും കോടതിയുടെ, മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും മറികടന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ഈ അറസ്റ്റ് തമാശ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. DVK പോലീസിന്റെ നടപടി ഒരു തമാശയാണ് എന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വഴി പ്രവർത്തകരൊക്കെ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം.